ഉണക്കമീനും പച്ചക്കറികളും ന്യൂഡിൽസും വിറ്റിരുന്ന ഒരു ചെറിയ കടയായിരുന്നു സാംസങ്. നമ്മുടെ സാംസങ് മൊബൈൽ കമ്പനിയില്ലേ, അതിൻ്റെ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. എന്നാൽ ഇന്ന് ലോക സ്മാർട്ട് ഫോൺ മാർക്കറ്റിൻ്റെ 20% കൈയാളുന്ന 74 രാജ്യങ്ങളിലായി 80ലധികം കമ്പനികളുള്ള 3 ലക്ഷത്തോളം മനുഷ്യർക്ക് തൊഴിൽ നൽകുന്ന ഒരു സാമ്രാജ്യമാണ് സാംസങ്. പക്ഷേ എങ്ങനെ ആ കമ്പനിയെ കൊണ്ട് അത് സാധിച്ചു? നമസ്കാരം, എൻ്റെ പേര് അനുരാഗ്. പറയാൻ പോകുന്നത് ഇന്നത്തെ കാലത്ത് ലോകം ഭരിക്കുന്ന ഒരു പഴയ പച്ചക്കറി കടയുടെ കഥയാണ്, സാംസങ്ങിൻ്റെ കഥ. നമ്മുടെ ജീവിതവും ബിസിനസ്സും മാറി മറിയുന്ന രസകരമായ അറിവുകൾ ഈ കഥയിലുണ്ട്. പൂർണ്ണമായിട്ടും വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ എന്താണെങ്കിലും കമൻറ്റിൽ എഴുതണം. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വലിയ പണച്ചെലവൊന്നും ഇല്ലല്ലോ, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ, ഒരു പ്രോത്സാഹനമല്ലേ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 1938 ഇന്നത്തെ ദക്ഷിണ കൊറിയയിലെ ബുസാനിൽ ഉണക്കമീനും പച്ചക്കറികളും സ്വന്തമായിട്ടുണ്ടാക്കിയ ന്യൂഡിൽസും വിൽപ്പന നടത്താൻ ഒരു ബ്രാൻഡ് ആരംഭിച്ചു. ഒരു ചെറിയ കടയായിരുന്നു. അതിൻ്റെ പേരായിരുന്നു സാംസങ് ട്രേഡിംഗ് കമ്പനി. 3 നക്ഷത്രങ്ങൾ എന്നായിരുന്നു കൊറിയൻ ഭാഷയിൽ സാംസങ്ങിൻ്റെ അർത്ഥം. ഈ കട തുടങ്ങിയത് ലീ ബ്യൂങ് ചുൽ എന്ന വ്യക്തിയായിരുന്നു. ആരായിരുന്നു ഈ ലീ? എങ്ങനെയാണ് സാംസങ് ഉണ്ടായത്? അത് ഞാൻ പറയാം. അതിനു മുന്നേ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കഥകൾ കേട്ടതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, ഇതൊക്കെ ജീവിതത്തിലും പകർത്തണ്ടേ, നല്ല രീതിയിൽ നിക്ഷേപിക്കണ്ടേ? തീർച്ചയായിട്ടും വേണം. പക്ഷേ ഏത് ഓഹരി, ഏത് കമ്പനി എങ്ങനെ നിക്ഷേപിക്കും? ഇനി സംശയം ഉണ്ടാവരുത്. അതിനൊരു എളുപ്പവും എഫക്റ്റീവായിട്ടുമുള്ള വഴി പറഞ്ഞു തരാം. മോത്തിലാൽ ഒസ്വാലിൻ്റെ സ്റ്റോക്ക് ബാസ്ക്കറ്റുകൾ. അധിക പണമൊന്നും വേണ്ട, 2000 രൂപ മുതൽ നിക്ഷേപം തുടങ്ങാം. ഉയർന്ന റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ള ബ്ലൂ ചിപ്പ് കമ്പനികളിൽ പോലും നമുക്ക് നിക്ഷേപിക്കാം. ലിങ്ക് കമൻറ്റിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സൗജന്യമായിട്ട് അക്കൗണ്ട് തുടങ്ങി ചെക്കും ചെയ്യാം. ഇതിന് പ്രധാനമായിട്ടും 3 ഗുണങ്ങളാണുള്ളത്. ഒന്ന്, ഡൈവേഴ്സിഫിക്കേഷൻ. അതായത് ഈ സ്റ്റോക്ക് ബാസ്ക്കറ്റുകളിൽ ഒരുപാട് കമ്പനികളുടെ ഓഹരികൾ ഉണ്ടാവും. അതൊന്നിച്ച് വാങ്ങിയാൽ 1-2 കമ്പനികൾ പൊട്ടിയാലും നമുക്ക് പരിക്ക് പറ്റണമെന്നില്ല. റിസ്ക് കുറവാണ്, റിട്ടേൺ സാധ്യത വളരെ കൂടുതലുമാണ്. 2, കൺവീനിയൻസ്. ഇവിടെ മികച്ച ഓഹരികൾ നമ്മൾ തപ്പി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ബാസ്ക്കറ്റിൽ നോക്കിയാൽ മതി, ഇഷ്ടംപോലെ ഓഹരികൾ കാണാം. 3, പ്രൊഫഷണൽ മാനേജ്മെൻറ്റ്. ഈ ബാസ്ക്കറ്റ് നോക്കി നടത്തുക നല്ല കഴിവും പരിചയമുള്ള പ്രൊഫഷണൽ ടീമായിരിക്കും. കൃത്യമായി ഏത് ഓഹരികൾ വാങ്ങണം, ഏത് വിൽക്കണം എന്നെല്ലാം ഇവർ തീരുമാനിക്കും. പിന്നെ ഇവിടെ നോക്കിയാൽ 1-2 ബാസ്ക്കറ്റുകളല്ല, വിവിധ തരം സ്റ്റോക്ക് ബാസ്ക്കറ്റുകളുണ്ട്. എന്താണെങ്കിലും ലിങ്ക് കമൻറ്റിൽ കൊടുക്കാം. നിക്ഷേപിക്കാൻ വളരെ എളുപ്പമാണ്. പോരാത്തതിന് അക്കൗണ്ട് തുടങ്ങുന്നത് സൗജന്യമാണ്. എല്ലാവരും എന്താണെങ്കിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. സെബി രജിസ്ട്രേഡ് ആണ്, പൂർണ്ണമായിട്ടും വിശ്വസിക്കാവുന്ന സോഴ്സുമാണ്. കാര്യത്തിലേക്ക് തിരിച്ചു വന്നാൽ ആരാണ് സാംസങ് കമ്പനിയുടെ സ്ഥാപകനായിട്ടുള്ള ലീ? ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും ഒന്നിച്ചുണ്ടായിരുന്ന സമയത്ത് ആ സ്ഥലം ഭരിച്ചിരുന്നത് സാമ്രാജ്യത്വ ജപ്പാനായിരുന്നു. ജപ്പാൻ ഭരിച്ച സമയത്ത് 1910 ഇദ്ദേഹം കൊറിയയിൽ ജനിക്കുന്നത്. എന്നാൽ നമ്മൾ പറഞ്ഞിട്ടുള്ള പല കഥകളിലും പല കോടീശ്വരന്മാരും ജനിച്ചത് ദാരിദ്ര്യം നിറഞ്ഞ കുടുംബത്തിലാണെന്ന് കാണാം. പക്ഷേ ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇദ്ദേഹം ജനിക്കുന്നത് കൊറിയയിലെ രാജകുടുംബത്തിലായിരുന്നു, ജന്മി കുടുംബത്തിലായിരുന്നു, പ്രഭു കുടുംബത്തിലായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ പിൻതലമുറകൾ നോക്കിപ്പോയി കഴിഞ്ഞാൽ കൊറിയ ഭരിച്ചിരുന്ന രാജകുടുംബത്തിലെ അംഗമാണെന്ന് പോലും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് തന്നെ വലിയ കഷ്ടപ്പാടൊന്നും കൊളോണിയൽ ഭരണത്തിലും ഇദ്ദേഹത്തിനോ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോ ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് ജപ്പാൻ വലിയ ഉപദ്രവം ഇവരെ ഏൽപ്പിക്കാതിരുന്നത്? നമുക്കറിയാം, ഒരു നാട്ടിൽ മറ്റൊരു രാജ്യത്തുള്ള ആളുകൾ വന്ന് കോളനി കെട്ടിക്കഴിഞ്ഞാൽ നാട്ടുകാർ അവരെ അനുസരിക്കണമെന്നില്ല. അപ്പോൾ അവർ ചെയ്യുന്ന ഒരു കാര്യം, അവിടുത്തെ പ്രഭു കുടുംബത്തെ സ്വാധീനിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് അവർ വഴി നാട്ടുകാരെ ഭരിക്കുക എന്നുള്ള കാര്യമായിരുന്നു. ഇതേ കാര്യമാണ് കൊറിയയിൽ ജപ്പാൻ നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സുഖസമൃദ്ധിയിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം ഉണ്ടായിരുന്നത്. ജന്മി കുടുംബം, പ്രഭു കുടുംബം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ധാരാളം സ്വത്തുക്കൾ, വസ്തുക്കൾ എല്ലാം ഉണ്ടായിരുന്ന ഒരു വലിയ കുടുംബമായിരുന്നു. ഇദ്ദേഹം ചെറുപ്പത്തിൽ നല്ല വിദ്യാഭ്യാസം നേടുന്നുമുണ്ട്. ലൊട്ടിലൊടുക്ക് സ്കൂളിലൊന്നും പോകാനുള്ള അവസരമല്ല കിട്ടുന്നത്. നല്ല സ്കൂളിൽ പോയി നല്ല വിദ്യാഭ്യാസം നേടാനുള്ള അവസരവും കിട്ടുന്നു. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇദ്ദേഹം ടോക്കിയോയിൽ പോയി ഉന്നത വിദ്യാഭ്യാസം നേടാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നുണ്ട്. നമുക്കറിയാം, ഇന്ത്യയിൽ പോലും പല ആളുകളും ബ്രിട്ടനിൽ പോയി ഉന്നത വിദ്യാഭ്യാസം നേടിയിരുന്നു. കാരണം ബ്രിട്ടീഷുകാരായിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്നത്. ആ സമയത്ത് ഇന്ത്യയിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് ബ്രിട്ടനിൽ പോകാനുള്ള അവസരമുണ്ടായിരുന്നു. ജപ്പാനിലെ ടോക്കിയോയിൽ പോയി ലീ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും കുറേ അധികം കാരണങ്ങൾ കൊണ്ട് ഇദ്ദേഹത്തിന് പഠനം പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിലും വലിയ ദാരിദ്ര്യത്തിലൊന്നും അല്ലല്ലോ, അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് അദ്ദേഹം കരുതി കാണണം. എന്താണെങ്കിലും അദ്ദേഹം നാട്ടിലേക്ക് തന്നെ തിരിച്ചു വന്ന് അദ്ദേഹത്തിന് പരമ്പരാഗതമായി കിട്ടിയ സ്വത്തുക്കളെല്ലാം നോക്കി നടത്തുകയാണ്. ധാരാളം ഭൂമിയുണ്ട്, അത് നോക്കിയാൽ മാത്രം, നമ്മളൊരു കണക്കിൽ പറഞ്ഞാൽ അവിടെ വീഴുന്ന കരിയിലകൾ തൂക്കി വിറ്റാൽ പോലും ഇദ്ദേഹത്തിന് സമൃദ്ധിയോടെ ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല സ്വത്തുണ്ടായിരുന്നു. 1930കളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ജപ്പാനും കൊറിയയും വേറെ വേറെയാണല്ലോ. എന്നാൽ ജപ്പാനാണ് കൊറിയ ഭരിക്കുന്നത്. എന്നാൽ ഈ കൊറിയക്കാരെ പൂർണ്ണമായിട്ടും ജപ്പാൻ്റെ ആളുകളാക്കി മാറ്റണമെങ്കിൽ അവരുടെ സംസ്കാരം നശിപ്പിക്കേണ്ടതുണ്ട്.
ജപ്പാൻ്റേതായ സംസ്കാരം അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടതായിട്ടുമുണ്ട്. കൊറിയയിൽ ധാരാളം പ്രൊട്ടസ്റ്റുകൾ ഉണ്ടാവുന്നുണ്ട് എങ്കിലും ജപ്പാൻ സാംസ്കാരികമായി കൊറിയയെ പിടിമുറുക്കിയ ഒരു സമയമായിരുന്നു. പക്ഷേ പ്രഭു കുടുംബത്തിന് സാരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. 1938 സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ, ലീയുടെ കയ്യിൽ ധാരാളം പണമുണ്ട്, ധാരാളം സ്വത്തുക്കളുണ്ട്. ഒരു കട തുടങ്ങാമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ്. അങ്ങനെ 1938 ചെറിയൊരു പച്ചക്കറി കട ഇദ്ദേഹം തുടങ്ങുകയാണ്. പച്ചക്കറി മാത്രമായിരുന്നില്ല, ഉണക്കമീനും സ്വന്തമായിട്ടുണ്ടാക്കിയ ന്യൂഡിൽസും ഇവർ വിൽപ്പന നടത്തിയിരുന്നു. പക്ഷേ ഇവർ വിൽപ്പന നടത്തുന്ന സാധനങ്ങൾക്ക് ഹൈ ക്വാളിറ്റി ഉണ്ട് എന്ന് ലീ ഉറപ്പുവരുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് വളരെ പെട്ടെന്ന് വലുതായിട്ട് മാറുകയാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് 40 തൊഴിലാളികളുള്ള, കൊറിയയിൽ തന്നെ പല സ്ഥലത്തായി വ്യാപിച്ചു കിടക്കുന്ന ഒരു ഗ്രോസറി സ്റ്റോർ ശൃംഖലയാവാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. ഏതാണ്ട് ഇതേ സമയത്ത് തന്നെ സ്വന്തം രാജ്യത്ത് മാത്രമായിട്ട് തൻ്റെ ബിസിനസ് ഒതുങ്ങിക്കൂടാതിരിക്കാൻ ഇദ്ദേഹം ഒരു ശ്രമം നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ചൈനയിലേക്കെല്ലാം ഇദ്ദേഹം എക്സ്പോർട്ട് നടത്തുന്നുണ്ട്. 1938 സാംസങ് ട്രേഡിംഗ് കമ്പനി ആരംഭിക്കുന്നത്. ഇലക്ട്രോണിക്സുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു കമ്പനിയായിരുന്നു. 1939 സമയത്ത് നമുക്കറിയാം രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റിലേക്ക് പണമെത്തില്ല, പല ബിസിനസ്സുകളും തകർന്നടിയും. പക്ഷേ സാംസങ്ങിന് വല്ലതും സംഭവിക്കുകയോ? ഒരിക്കലും സംഭവിക്കില്ല. കാരണം എന്താണ്? ആളുകൾക്ക് അടിസ്ഥാനപരമായിട്ട് വേണ്ട ഭക്ഷണമാണ് ഇവർ വിൽപ്പന നടത്തുന്നത്. ഗ്രോസറി സ്റ്റോർ ഏതെങ്കിലും കാലഘട്ടത്തിൽ പൂട്ടിപ്പോവോ? ഒരിക്കലും പൂട്ടിപ്പോവില്ല. പോരാത്തതിന് നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമായിരുന്നു ഇവർ വിൽപ്പന നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ യുദ്ധസമയത്ത് ആളുകൾ ലക്ഷറി പ്രൊഡക്ട്സുകൾ വാങ്ങാതിരുന്ന സമയത്ത്, ഗ്രോസറി ഉൽപ്പന്നങ്ങൾ ധാരാളമായി വാങ്ങിയ സമയത്ത് ഇവരുടെ ബിസിനസ് വളരെ പെട്ടെന്ന് വളർന്ന് പന്തലിച്ചു. 1945 ജപ്പാൻ യുദ്ധത്തിൽ തോറ്റു. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു. അപ്പോഴേക്കും ഈ കമ്പനി വളരെ വലിയ രീതിയിൽ എത്തിയിരുന്നു. 1947 ആയ സമയത്ത് ബുസാനിലുണ്ടായിരുന്ന ഹെഡ് ക്വാർട്ടേഴ്സ് കുറച്ചുകൂടെ വലിയ സിറ്റിയായ സോളിലേക്ക് മാറ്റി സ്ഥാപിക്കാൻ ലീ ശ്രമിക്കുന്നുണ്ട്. അതും വലിയ രീതിയിൽ വിജയമായിട്ട് മാറുകയാണ്. പക്ഷെ കുറച്ച് വർഷം കൂടെ കഴിയുന്ന സമയത്ത് കമ്പനി വലിയ രീതിയിൽ ഉയർന്നുണ്ട് എങ്കിലും 1950 കൊറിയൻ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു. അപ്പോൾ സോളിൽ നിൽക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ വരുമ്പോൾ തിരിച്ച് ബുസാനിലേക്ക് തന്നെ പോവാൻ ഇദ്ദേഹം നിർബന്ധിക്കപ്പെടുകയാണ്. ഇദ്ദേഹം എന്താണെങ്കിലും സോളിൽ നിന്ന് എല്ലാം കെട്ടിപ്പെറുക്കി നേരെ ബുസാനിലേക്ക് വരികയാണ്. കാരണം ബിസിനസ് നടത്തേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഒരു യുദ്ധം വന്നു എന്ന് കരുതി എല്ലാം ഉപേക്ഷിച്ച് പോവാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല. ബുസാനിലെത്തി ഒരു ഗ്രോസറി സ്റ്റോറുമായിട്ട് ഒതുങ്ങി നിൽക്കാൻ ഇദ്ദേഹം താല്പര്യപ്പെടുന്നില്ല. കൂടുതൽ രംഗത്തേക്ക് കടക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? മറ്റ് പല ബിസിനസ്സുകളും ചെയ്യണം. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഒരു ബിസിനസ്സിൽ മാത്രം നിക്ഷേപിക്കുകയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ ബിസിനസ് തകർന്നു പോകുന്നതാണ്. അപ്പോൾ ഗ്രോസറി സ്റ്റോറല്ലേ, അത് തകരുമെന്ന് നമുക്ക് തോന്നും. എന്നാൽ ഇവരിലും മികച്ചൊരു ബിസിനസ് വന്നാലോ? അത് ഈ ബിസിനസ്സിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ താൻ കെട്ടി വളർത്തി ഉണ്ടാക്കിയ സാമ്രാജ്യം മുഴുവൻ ഇല്ലാതായിട്ട് മാറുന്നതാണ്. അതുകൊണ്ട് വിവിധ ബിസിനസ്സുകളിലേക്ക് കടക്കണം. ഇദ്ദേഹം ആ സമയത്ത് തന്നെ ടെക്സ്റ്റൈൽ ബിസിനസ്സിലേക്ക് കടക്കുകയാണ്. ടെക്സ്റ്റൈൽ ബിസിനസ്സിലേക്ക് വെറുതെ ചെറിയ രീതിയിൽ കടക്കുകയായിരുന്നില്ല. കാരണം നല്ല രീതിയിൽ പണം കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ സൗത്ത് കൊറിയയിലെ ഏറ്റവും വലിയ കമ്പിളി മില്ല് പോലും ഇവർ സ്ഥാപിക്കുകയാണ്. എന്നാൽ ഈ ടെക്സ്റ്റൈൽ ബിസിനസ് മാത്രമായിട്ട് ഒതുങ്ങി നിന്നോ? ഒരിക്കലുമില്ല. വലിയ വില കൊടുത്ത് സൗത്ത് കൊറിയയിലുള്ള ബാങ്കുകളെയും ഇൻഷുറൻസ് സ്ഥാപനങ്ങളെയും സെക്യൂരിറ്റി സ്ഥാപനങ്ങളെയും എല്ലാം വിലയ്ക്ക് വാങ്ങാൻ സാംസങ്ങിന് സാധിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തികച്ചും വ്യത്യസ്തമായ ടയർ മാനുഫാക്ചറിങ്ങും റീറ്റെയിൽ ബിസിനസ് പോലും ഇവർ നടത്തുന്നുണ്ട്. വലിയ രീതിയിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു, വലിയ രീതിയിൽ ഹോൾസെയിൽ ബിസിനസ് നടത്തുന്നു. അതിൻ്റെ തന്നെ റീറ്റെയിൽ ബിസിനസ്സും സാംസങ് നടത്തുകയാണ്. എന്നാൽ ലീ ഒറ്റയ്ക്കായിരുന്നില്ല ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. സാംസങ് കമ്പനിയുടെ ചരിത്രം നമ്മൾ നോക്കിയാൽ ആ കമ്പനിയുടെ വളർച്ചയ്ക്ക് വെള്ളവും വളവുമായ ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ പേരാണ് ചോ ഹോങ് ജെ. ഈ വ്യക്തിയാണ് ശരിക്കും സാംസങ് കമ്പനി ഡൈവേഴ്സിഫിക്കേഷൻ നടത്തണം, ബിസിനസ്സിൽ വൈവിധ്യങ്ങൾ ഉണ്ടാക്കണമെന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചതും നല്ല രീതിയിൽ അത് നടപ്പിലാക്കിയതും. എന്നാൽ ഈ രണ്ടു പേരും നല്ല മിടുക്കന്മാർ തന്നെയാണ്. ലീയും ചോങ് ഹോങ് ജെയും നല്ല മിടുക്കന്മാർ തന്നെയാണ്. പക്ഷേ ഇവർക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അതുകൊണ്ട് തന്നെ സാംസങ് കമ്പനി പല കമ്പനികളായി വേർപിരിയുന്നു. പല കമ്പനികളായി മാറിയെങ്കിലും ലീക്കാണ് സാംസങ് ട്രേഡിംഗ് കമ്പനി ലഭിക്കുന്നത്. വർഷം 1960 ആവുകയാണ്. യുദ്ധം മൂലം പല രാജ്യങ്ങളും തകർന്നിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടണമെങ്കിൽ എന്ത് സംഭവിക്കണം? ദക്ഷിണ കൊറിയയിൽ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരണമെങ്കിൽ അവിടെ ബിസിനസ് ഉണ്ടാവണം. അമേരിക്കയുമായിട്ടായിരുന്നു അവർ കൂടുതൽ അടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ മുതലാളിത്ത രീതിയായിരുന്നു സൗത്ത് കൊറിയ മുന്നോട്ട് വെച്ചത്. അവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയ ബിസിനസ്സിനെ പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങൾ
അവർ മുന്നോട്ട് വെക്കുകയാണ്. പല ആളുകളും ഈ സമയത്ത് ചോദിക്കുന്നൊരു കാര്യം, ബിസിനസ്സുകാരെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ? എനിക്കറിയില്ല എന്തുകൊണ്ടാണ് പല ആളുകളും അങ്ങനെ ചിന്തിക്കുന്നത് എന്ന്. അതായത് ബിസിനസ് വളർന്നു കഴിഞ്ഞാൽ രാജ്യം വികസിക്കുകയാണ്. ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട റോഡുകൾ ഉണ്ടാവും, റെയിൽവേ ഉണ്ടാവും, ധാരാളം പേർക്ക് ജോലി കിട്ടും. ആ ജോലി മൂലം ജനങ്ങൾ ടാക്സ് അടയ്ക്കുന്നു, കമ്പനി ടാക്സ് അടയ്ക്കുന്നു. അങ്ങനെ രാജ്യത്തിൻ്റെ ആകെ വികസനം യാഥാർത്ഥ്യമാവുന്നതാണ്. ദക്ഷിണ കൊറിയയും ഉത്തര കൊറിയയും ഉദാഹരണങ്ങളാക്കി എടുത്തു കഴിഞ്ഞാൽ വ്യവസായത്തിന് പിന്തുണ നൽകുന്ന രാജ്യം ഏത് രീതിയിൽ മാറുമെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ്. അതുകൂടാതെ 1950 കൊറിയൻ യുദ്ധമുണ്ടായ സമയത്ത് ബുസാനിലേക്കാണല്ലോ ലീ പോകുന്നത്. ഇതേ സമയം ഇദ്ദേഹം ഉത്തര കൊറിയയിലേക്ക് പോയിരുന്നെങ്കിലോ? നമുക്കറിയാം സാംസങ് എന്ന കമ്പനി പോലും ഒരുപക്ഷെ നിലനിൽക്കാൻ യാതൊരു സാധ്യതയുമില്ല. അപ്പോൾ പലരും പറയും അങ്ങനെയൊന്നുമല്ല, ഉത്തര കൊറിയ നമ്മൾ വാർത്തകളിൽ കേൾക്കുന്നത് പോലെയൊന്നുമല്ല, അത് മുതലാളിത്ത താല്പര്യങ്ങളാണ്, അമേരിക്ക പടച്ചുവിടുന്നതാണ്. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ കണ്ണടച്ചൊന്ന് ആലോചിക്കുക. ദക്ഷിണ കൊറിയയിൽ നിന്ന് എന്തുമാത്രം ബിസിനസ്സുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും പടർന്ന് പന്തലിച്ചു. അങ്ങനെ പറയാൻ ഒരു പേരെങ്കിലും ഉത്തര കൊറിയയിലുണ്ടോ? ആ കാര്യം ഒന്ന് ഇരുത്തി ചിന്തിക്കേണ്ടതാണ്. ഞാൻ തർക്കിക്കാനോ തോൽപ്പിക്കാനോ ഒന്നുമില്ല, സ്വന്തമായിട്ട് ചിന്തിച്ച് അതിൻ്റെ ഉത്തരം കണ്ടെത്താവുന്നതാണ്. എന്താണെങ്കിലും 1960 പ്രൊട്ടക്ഷണലിസ്റ്റ് പോളിസീസ് എന്നറിയപ്പെടുന്ന കുറച്ച് നയങ്ങളാണ് ദക്ഷിണ കൊറിയൻ ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്നത്. തദ്ദേശീയമായ ബിസിനസ്സുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ നയങ്ങൾ നടപ്പിലാക്കിയത്. രാജ്യത്ത് ഉയർന്നു വരുന്ന ബിസിനസ്സുകൾ കൂടുതൽ ടാക്സ് കെട്ടണ്ട, കുറഞ്ഞ ടാക്സ് കെട്ടിയാൽ മതി. പുറത്തു നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് പരമാവധി കുറച്ചു തരാം. ബിസിനസ്സുകൾ തുടങ്ങുകയാണെങ്കിൽ കുറച്ചധികം സബ്സിഡികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തു തരാൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഗവൺമെൻറ് പറയുന്നു, അതേ കാര്യങ്ങൾ നടപ്പിലാക്കുന്നു. ഇതേ കാര്യം തന്നെയാണ് ദക്ഷിണ കൊറിയ ഇന്ന് നിൽക്കുന്ന സ്ഥാനത്ത് എത്തിപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം. എന്താണെങ്കിലും സാംസങ് ഇതേ കാലഘട്ടത്തിൽ ഈ രാജ്യത്തുണ്ടായിരുന്ന ബിസിനസ്സായിരുന്നല്ലോ. ഇതിൻ്റെ എല്ലാം ഗുണം സാംസങ്ങിനും കിട്ടുന്നുണ്ട്. അതവരുടെ വളർച്ചയ്ക്ക് വലിയൊരു ഇന്ധനമായിട്ടും മാറുന്നു. സിമൻറ്റ് കമ്പനികൾ, ഫെർട്ടിലൈസർ കമ്പനികൾ, എണ്ണ കമ്പനികൾ, നൈലോൺ കമ്പനികൾ തുടങ്ങിയ പലതും ഈ കാലഘട്ടത്തിൽ സാംസങ് വില കൊടുത്ത് മേടിക്കുന്നുമുണ്ട്. 1970കളിലാണ് സാംസങ് ഇലക്ട്രോണിക്സ് രംഗത്തേക്ക് കടക്കുന്നത്. 1970 ഇവർ പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ആയിരുന്നു. ടി വികൾ എങ്ങനെ ലോകത്തിൻ്റെ ഓരോ വീടുകളിലും എത്തുമെന്ന ദീർഘവീക്ഷണം ഇവർക്കുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആ സമയത്തെ ടെക്നോളജി ഉപയോഗിച്ച് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ഇവർ നിർമ്മിച്ച് വിപണിയിലേക്ക് എത്തിക്കുന്നുണ്ട്. പിന്നെയും പണം മുടക്കി കപ്പൽ നിർമ്മാണ രംഗത്തേക്കും ഹെവി ഇൻഡസ്ട്രീസിലേക്കും പെട്രോളിയം ആൻഡ് കെമിക്കൽ വ്യവസായത്തിലേക്കും ഇവർ മുന്നിട്ടിറങ്ങുന്നുണ്ട്. ഇതൊന്നും കൂടാതെ ഇവർ വില കൊടുത്ത് സ്വന്തമാക്കുന്നത് കൊറിയയിലെ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയുടെ 50% സ്റ്റേക്കുകളായിരുന്നു. അത്രയും ഓഹരികൾ, അത്രയും സ്വാധീനം കൊറിയയിൽ ഇവരുണ്ടാക്കുന്നുണ്ട്. 1980കളിൽ എയറോസ്പേസ് ഡിവിഷൻ, ഡാറ്റ സിസ്റ്റം, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയവയിലും സാംസങ് പണം മുടക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ജർമ്മനി, ന്യൂയോർക്ക്, പോർച്ചുഗൽ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും വലിയ രീതിയിൽ സാംസങ് കടന്നു കയറുകയാണ്. 1985ലാണ് സാംസങ് തങ്ങളുടെ ആദ്യത്തെ സെൽ ഫോണുകൾ വിപണിയിലേക്ക് എത്തിക്കുന്നത്. ഇത് കാർ ഫോണുകൾ എന്നാണ് അറിയപ്പെട്ടത്. എനിക്ക് തോന്നുന്നത് കാറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഒരു ഫോണായിരിക്കണം. എന്നാൽ ഇതൊരു ലക്ഷറി ഫോണായിട്ടാണ് കണക്കാക്കിയത്. എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. 1988 SH100 എന്ന ആൻറ്റിനയുള്ള ചെറിയ ഡിസ്പ്ലേ ഉള്ള ഫോണുകൾ ഇവർ വിപണിയിലേക്ക് എത്തിക്കുന്നു. എല്ലാവർക്കും മേടിക്കാൻ സാധിക്കില്ല എങ്കിലും പണമുള്ള ആളുകളെല്ലാം ഇത് മേടിക്കുന്നുണ്ട്. പിന്നീട് വർഷാവർഷവും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി ദക്ഷിണ കൊറിയയിലെ സെൽഫോൺ മാർക്കറ്റിനെ പിടിക്കാനുള്ള ശ്രമങ്ങൾ ഇവർ നടത്തുന്നുണ്ട്. പക്ഷേ ആ സമയത്തെല്ലാം, പിന്നീട് സെൽഫോൺ വലിയ രീതിയിൽ വന്നിരുന്ന സമയത്തെല്ലാം ദക്ഷിണ കൊറിയയിലെ മാർക്കറ്റിനെ കീഴടക്കിയിരുന്നത് 60% മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്നത് മോട്ടറോള എന്ന കമ്പനിക്കായിരുന്നു. എന്നാൽ കുറേ വർഷങ്ങൾ കഠിന പരിശ്രമം നടത്തിയിരുന്നുവെങ്കിലും 10% പോലും മാർക്കറ്റ് പിടിക്കാൻ സാംസങ്ങിന് സാധിക്കുന്നില്ല. പക്ഷെ തോറ്റ് പിന്മാറാൻ ആ കമ്പനി തയ്യാറായില്ല. മാറ്റങ്ങൾ വരുത്തി പുതിയ ടെക്നോളജികൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് ഒരു കാലത്ത് വിജയിക്കുമെന്ന് ആ കമ്പനി ഉറച്ചു വിശ്വസിക്കുകയാണ്. വർഷങ്ങൾ കടന്നുപോയി. സാംസങ് പല ബിസിനസ്സിലും വലിയ രീതിയിൽ വിജയിക്കുന്നുണ്ട്. എന്നാൽ സെൽഫോൺ മാർക്കറ്റിനെ പിടിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. പക്ഷേ 2009 സാംസങ് ഗാലക്സി എന്ന ടച്ച് ഫോണുകൾ, ആൻഡ്രോയിഡിൽ പ്രവർത്തിക്കുന്ന ടച്ച് ഫോണുകൾ ഇറങ്ങിയതോടെ സാംസങ്ങിൻ്റെ തലവര തന്നെ മാറുകയാണ്. ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്ത് സാംസങ് ഗാലക്സിയുടെ ആദ്യ ഫോണിൻ്റെ ടച്ച് കണ്ട സമയത്ത് ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. അതുവരെ ചൈനയുടെ ടച്ച് ഫോണുകളായിരുന്നു കണ്ടിരുന്നത്. പക്ഷെ അത് ഇങ്ങനെ ഞെക്കി പിടിച്ച് മുളകി വലിക്കേണ്ട ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അൾട്രാ സ്മൂത്തായിട്ടുള്ള, അന്നത്തെ കാലഘട്ടത്തിൽ വളരെ സ്മൂത്തായിട്ടുള്ള ടച്ച് ഫോണുകളെല്ലാം സാംസങ് വിപണിയിലേക്ക് ഇറക്കി വലിയ രീതിയിൽ വിപണി പിടിക്കുകയാണ്. തോറ്റ് പിന്മാറാതിരിക്കുക, ക്ഷമാപൂർവം നല്ല രീതിയിലുള്ള ഇന്നോവേറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി മാർക്കറ്റ് പിടിക്കുക എന്ന തന്ത്രം
കാലങ്ങൾ കൊണ്ട് നല്ല രീതിയിൽ നടപ്പിലാക്കാൻ സാംസങ്ങിന് സാധിച്ചു. അത് തന്നെയാണ് സാംസങ്ങിൻ്റെ ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക. ഇന്നിപ്പോൾ നോക്കുകയാണെങ്കിൽ AI യുഗമാണ്. AI യുഗത്തിൽ സാംസങ് കൊണ്ടുവരുന്ന മാറ്റം എന്താണ്? AI ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണുകളാണ്. അപ്പോൾ കാലത്തിനനുസരിച്ച് മാറാൻ സാംസങ് എല്ലാ കാലഘട്ടത്തിലും തയ്യാറായിട്ടുണ്ട് എന്ന കാര്യം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇന്ന് നമ്മൾ നോക്കിയാൽ ഐഫോണിനോട് കിടപിടിക്കുന്ന രീതിയിലാണ് അവരുടെ ലോക സ്മാർട്ട് ഫോൺ മാർക്കറ്റ് ഷെയർ ഉള്ളത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല സമയത്തും 20% എന്ന രീതിയിൽ ഐഫോൺ വന്നിട്ടുണ്ട് എങ്കിലും ഇന്നിപ്പോൾ 2023 കണക്കെല്ലാം നോക്കിക്കഴിഞ്ഞാലും സാംസങ് ഐഫോണിനേക്കാളും മാർക്കറ്റ് ഷെയറിൻ്റെ കാര്യത്തിൽ ഒരു പടി മുന്നിലാണ് എന്ന കാര്യവും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ സാംസങ് അവരുടെ ബിസിനസ് വളരെ വലിയ രീതിയിൽ ഡൈവേഴ്സിഫൈ ചെയ്തിരുന്നല്ലോ. ഇതേ കാരണം കൊണ്ട് 74 രാജ്യങ്ങളിലായി 80-ലധികം ബിസിനസ്സുകളാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക്ബെറി എല്ലാം ഒരു കാലത്ത് വളരെ വലിയ രീതിയിൽ വിജയിച്ച കമ്പനിയായിരുന്നു. പക്ഷെ അവർ ആ സമയത്ത് തന്നെ വലിയ രീതിയിൽ ഡൈവേഴ്സിഫിക്കേഷൻ നടത്തിയിരുന്നെങ്കിലോ അവരുടെ കമ്പനി നശിച്ചു പോവാത്ത ഒരവസ്ഥ വരുമായിരുന്നു. നമ്മൾ നിക്ഷേപിക്കുന്ന സമയത്ത് പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒറ്റ സ്റ്റോക്കിൽ മാത്രം പണമിട്ടാൽ ആ കമ്പനി ഇടിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പണമെല്ലാം പോകുന്നതാണ്. അതുകൊണ്ട് പല ബിസിനസ്സുകളിലായി പല അസറ്റ് ക്ലാസ്സുകളിലായി പണമെല്ലാം ഡൈവേഴ്സിഫൈ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയാണെങ്കിൽ റിസ്ക് ഒരല്പം കുറയാനുള്ള സാധ്യത കൂടുതലാണ്. എന്താണെങ്കിലും സാംസങ്ങിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇന്നവർ ലോകമാകമാനം 2.75 ലക്ഷത്തിലധികം ജനങ്ങൾക്കാണ് ജോലി നൽകിക്കൊണ്ടിരിക്കുന്നത്. 1987 എന്ന വർഷത്തിലാണ് ലീ മരണപ്പെടുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ മകനായ ലീ കുൻ ഹി കമ്പനിയുടെ വലിയ ഉയർന്ന പൊസിഷനിലേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹം കമ്പനിയെ പല ഭാഗങ്ങളായിട്ട് ഭാഗിച്ച് സഹോദരങ്ങൾക്ക് കൊടുത്തതും നമുക്ക് ചരിത്രത്തിൽ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലീക്ക് 2 ഭാര്യമാരും 10 മക്കളും ഉണ്ട്. പക്ഷേ കമ്പനിയെ ഭാഗിച്ച കണക്ക് നോക്കുമ്പോൾ 5 ഭാഗങ്ങളാക്കി ഭാഗിച്ചതാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ എന്താണ് കൃത്യമായിട്ട് എല്ലാവർക്കും കിട്ടിയോ, ആർക്കെങ്കിലും കിട്ടാതിരുന്നോ എന്ന കാര്യമൊന്നും നമ്മൾ നോക്കിയിട്ട് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു അതവരുടെ കുടുംബക്കാരിയല്ലേ, നമ്മളെന്തിനാണ് അനാവശ്യമായിട്ട് അതിൽ ഇടപെടുന്നത്. അപ്പോഴെന്തായാലും ഇന്ന് പറഞ്ഞിട്ടുള്ള സാംസങ്ങിൻ്റെ കഥ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നും ഇതിൽ നിന്ന് നിങ്ങൾക്ക് ധാരാളം പാഠങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നും ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ കേട്ട പല ആളുകൾക്കും പ്രധാന കാര്യങ്ങൾ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. നിങ്ങൾക്കായിരിക്കും ഒരുപക്ഷെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കഥയിൽ നിന്നും മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് നിർബന്ധമായിട്ടും കമൻറ്റിൽ എഴുതണം. ആ കാര്യങ്ങൾ ധാരാളം പേര് വായിക്കും. അവരുടെ ജീവിതം മാറി മറിയാൻ ഒരുപക്ഷെ ആ കമൻറ്റ് കാരണമാവുകയും ചെയ്യാം. അതുകൊണ്ട് ആ കാര്യങ്ങൾ കൂടി ഒന്ന് പരിഗണിക്കുക. പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 2000 രൂപയിൽ തുടങ്ങിയുള്ള ചെറിയ നിക്ഷേപങ്ങൾ നടത്താൻ താല്പര്യമുള്ളവർക്കും ഡൈവേഴ്സിഫൈ ചെയ്ത് കൺവീനിയൻസോടെ പ്രൊഫഷണലായിട്ട് മാനേജ് ചെയ്യപ്പെടുന്ന സ്റ്റോക്ക് ബാസ്ക്കറ്റുകളിൽ പണം നിക്ഷേപിക്കണമെങ്കിൽ മോത്തിലാൽ ഒസ്വാലിൻ്റെ സ്റ്റോക്ക് ബാസ്ക്കറ്റുകളെ തിരഞ്ഞെടുക്കാവുന്നതാണ്. മോത്തിലാൽ ഒസ്വാലിൽ അക്കൗണ്ട് തുടങ്ങാൻ വേണ്ട ലിങ്കും കാര്യങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി സൗജന്യമായിട്ട് അക്കൗണ്ട് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെല്ലാം ബാസ്ക്കറ്റുകൾ ഉണ്ട് എന്ന് കാണാം. അതിൽ നിന്ന് നമുക്ക് നിക്ഷേപിക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്ന കാര്യം നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ്. പിന്നെ എനിക്കും നിങ്ങൾക്കും അറിയാവുന്നതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപങ്ങൾ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. അതുകൊണ്ട് ആദ്യ സമയത്ത് ചെറിയ പണം ഉപയോഗിച്ച് മാത്രം നിക്ഷേപം നടത്തുക. നമുക്കെന്തായാലും മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ് സൈനിങ് ഓഫ്.